21 താരകളാണ് ബുദ്ധിസത്തിൽ പല നിറങ്ങളായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു താരയാണ് ഗ്രീൻ താര എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ താര എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹിന്ദുയിസത്തിൽ പറയുന്നത് പോലെ പരാശക്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ചില താര മന്ത്രങ്ങൾ ദീക്ഷ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പോലും അങ്ങനെ എല്ലാ താരകളെ കുറിച്ചും സംസാരിച്ചത്. ഇപ്പൊ ഗ്രീൻ താരയെ കുറിച്ചിട്ടാണ് കൂടുതലും സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ ഗ്രീൻ താര ദേവി ആണെങ്കിൽ ഒരുപാട് ഞാനിപ്പോ മന്ത്രം പറഞ്ഞത് ഒരുപാട് റൂൾസ് ഉണ്ട്. ഋഷി, താങ്കൾ ബുദ്ധിസവും ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ. ബുദ്ധിസത്തിൽ ഒരുപാട് മന്ത്രങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പല രീതിയിലുള്ള മന്ത്രങ്ങൾ, പല എനർജി ഫ്രീക്വൻസികളുള്ള മന്ത്രങ്ങൾ. അതിൽ പ്രധാനമായും ഗ്രീൻ താര മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രം, അത് ഈ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല ബ്ലോക്കുകളെയും മാറ്റുന്ന ഒരു മന്ത്രമാണ്. ദേവി സങ്കല്പം ഉള്ളൊരു മന്ത്രമാണെന്ന് പറയുന്നത്. അതിനെ പറ്റി ഒന്ന് പറയുന്നത്. അതായത് ബുദ്ധിസത്തിൽ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, ബുദ്ധിസം ഒരുപാട് തരത്തിലുള്ള ബുദ്ധിസം ഉണ്ട്. ഇപ്പോ സ്കൂൾ ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്നത് തെറാവാഡ ബുദ്ധിസം. അതിനകത്ത് ഈ മന്ത്രങ്ങളൊന്നും അത്രയില്ല. അവിടെ ധ്യാനം, അവിടെ പൂർണ്ണമായിട്ടും ജപങ്ങളുണ്ട്. ജപങ്ങളും ധ്യാനത്തിന് സഹായമായിട്ടുള്ള ജപമാണ്. മറ്റേത് താന്ത്രിക് മഹായാന ബുദ്ധിസമാണ്. അവിടെയാണ് ഈ തന്ത്ര വരുന്നത്. അപ്പൊ തന്ത്രയിൽ ഒരുപാട് തന്ത്രകളുണ്ട്. ഇപ്പൊ അനുത്താര തന്ത്ര, ചര്യ തന്ത്ര, ക്രിയായോഗ എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധാരണ പറയാറുള്ള ക്രിയായോഗയല്ല, അവരുടെ ടേമിലുള്ള ക്രിയായോഗ തന്ത്ര. അതിൽ ക്രിയായോഗ തന്ത്രയിൽ വരുന്ന ഒരു പർട്ടിക്കുലർ വേർഷിപ്പാണ് താര ആരാധന. നമ്മുടെ ഹിന്ദുയിസത്തിലും താരാദേവി കേട്ടിട്ടില്ലേ? താരാദേവി ആരാധനയുണ്ട്. അതേപോലെ 21 താരകളാണ് ബുദ്ധിസത്തിൽ പല നിറങ്ങളായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു താരയാണ് ഗ്രീൻ താര എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ താര എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹിന്ദുയിസത്തിൽ പറയുന്നത് പോലെ പരാശക്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അവലോകിതേശ്വര എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മളെ മനുഷ്യരെ സഹായിക്കാൻ നമ്മുടെ ഭൂമിയിലുള്ള ഒരു ബുദ്ധ ചൈതന്യമാണ് ഗ്രീൻ താര എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ താര ദേവിയുടെ മന്ത്രമാണ് ഓം താരെ തുത്താരെ തുരേ സോഹ, അല്ലെങ്കിൽ തുരേ സ്വാഹ, രണ്ടും പറയാം. ഓം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രപഞ്ചനാഥമാണ്. ആദ്യത്തെ താരെ എന്ന് പറയുന്നത് നമ്മളുടെ മാനസികമായിട്ടുള്ള ബ്ലോക്സുകൾ മാറ്റുന്നതിനാണ്. ഓം താരെ തുത്താരെ എന്ന് പറയുന്നത് ഫിസിക്കൽ ബ്ലോക്സ്, ഭൗതികമായിട്ടുള്ള ബ്ലോക്സ് മാറ്റുന്നതിന്. അതേപോലെ ഡേഞ്ചേഴ്സ് മാറ്റുന്നതിന്. തുരെ എന്ന് പറയുന്നത് സ്പിരിച്വൽ ബ്ലോക്സ്, എൻലൈറ്റൻമെന്റിന് തടസ്സമായിട്ടുള്ള ബ്ലോക്സ് മാറ്റുന്ന ദേവി എന്നുള്ളൊരു ഭാവമാണ്. സോഹ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹിന്ദുയിസത്തിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അർത്ഥമാണ്. സ്വാഹ എന്ന് പറഞ്ഞൊരു ദേവിയാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ആ സമർപ്പണം എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, അപ്പൊ അതായത് ഓം താരെ തുത്താരെ തുരേ സോഹ എന്നുള്ള മന്ത്രമാണ് ഗ്രീൻ താരയുടെ മന്ത്രം. ഈ മന്ത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഗ്രീൻ താരയെ കണക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അതേപോലെ ഭൂമിയിൽ തന്നെയുള്ള ഒരു ചൈതന്യമാണ് ഗ്രീൻ താര. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മനുഷ്യരോട് എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഗ്രീൻ താര ദേവിയോടും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബുദ്ധിസത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ബുദ്ധിസം, ചൈനയിൽ വേറൊരെണ്ണം, ടിബറ്റൻ ബുദ്ധിസം, അതുപോലെ ജപ്പാനിലൊരു ബുദ്ധയുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതിലെല്ലാം വ്യത്യാസമുണ്ടോ? ബുദ്ധിസത്തിന്റെ ട്രഡീഷൻസിലെല്ലാം വ്യത്യാസമാണ്. ഇപ്പൊ സെൻ ബുദ്ധിസം പോലെയല്ല ടിബറ്റൻ വജ്രായന ബുദ്ധിസം, അതുപോലെയല്ല മഹായാന. ഇപ്പൊ ഗ്രീൻ താര ദേവി ആണെങ്കിൽ ഒരുപാട് ഞാനിപ്പോ മന്ത്രം പറഞ്ഞത് ഒരുപാട് റൂൾസ് ഉണ്ട്. ഗ്രീൻ താര ദേവിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. ചൊല്ലുന്നതിന് മുമ്പ് വെജിറ്റേറിയൻ ആയിരിക്കണം. ശുദ്ധി നമുക്ക് വേണം, ശുദ്ധമായിട്ട് ഇരുന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ ചില ട്രഡീഷൻസിൽ ഇതിന് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റൂളായിരിക്കും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധനെ ആരാധിക്കുന്നതിലും ബുദ്ധന്റെ ടീച്ചിങ്സിലും ഒക്കെ ചില ബുദ്ധിസ്റ്റ് മോങ്സിനെ കണ്ടിട്ടില്ല നോൺ വെജ് കഴിക്കാറുണ്ട്. ബുദ്ധിസ്റ്റുകളെല്ലാം തന്നെ നോൺ വെജ് കഴിക്കാറുണ്ട്. ചിലവർ കഴിക്കാറില്ല. എസ്പെഷ്യലി തെറാവാഡ ബുദ്ധിസ്റ്റ് അവർ കഴിക്കാറില്ല. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ബുദ്ധന്റെ ടീച്ചിങ്സ് തന്നെ പല ഇതിലും പലതായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോ ഡിഫറെന്റ് സ്കൂൾസിന്റെ അനുസരിച്ച് മാറും. അതെ, അങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രീൻ താര മന്ത്രം ഉപയോഗിച്ച്, അതായത് നമ്മൾ എല്ലാ ദിവസവും ഒരു സാധനയായി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റും. ഉറപ്പായിട്ടും മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത്? അതായത് നമ്മളിപ്പോ ഗ്രീൻ താര ദേവിയുടെ ഇപ്പൊ ഗൂഗിളിൽ നിന്നൊരു പിക്ചർ എടുക്കുക, അത് മനസ്സിൽ നന്നായിട്ട് നമ്മൾ സങ്കല്പിക്കുക, നമ്മളെ മനസ്സിൽ ഒപ്പിയെടുക്കുക. അതിനുശേഷം
കണ്ണുകളടച്ച് ഈ മന്ത്രം ഗ്രീൻ താരാദേവി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ടാണ് രാവിലെ ചൊല്ലുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. രാവിലെ തന്നെ ഇത് ചാൻറ്റ് ചെയ്യുക, ശുദ്ധിയോടുകൂടി. വെജിറ്റേറിയൻ ആയിരുന്നു ചാൻറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഓം താരേ തുത്താരേ തുരേ സോഹ എന്നുള്ളത് ഒച്ചത്തിൽ തന്നെ ചാൻറ്റ് ചെയ്യാം. ഒരു 108 തവണ ചെയ്യാം. ചാൻറ്റ് ചെയ്യുമ്പോൾ, ചാൻറ്റ് ചെയ്തതിന് ശേഷം, ചാൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീൻ താരാദേവിയുടെ കയ്യിൽ നിന്നൊരു പച്ച വെളിച്ചം നമ്മളിലേക്ക് ഒരു ഹീലിംഗ് പോലെ വരുന്നതായിട്ട് സങ്കല്പിക്കാം. ആ സങ്കല്പം പല ബുദ്ധിസ്റ്റ് സ്കൂൾസിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ സങ്കല്പത്തോടു കൂടിയാണ് പഠിപ്പിക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും. അപ്പോൾ ഗ്രീൻ താരാദേവിയുടെ എന്ത് കാര്യവും നമുക്ക് ഗ്രീൻ താരാദേവിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ഗ്രീൻ താരാദേവി ഉള്ളതുപോലെ തന്നെ യെല്ലോ താര, റെഡ് താര. പക്ഷെ ചില ഗ്രീൻ താര എന്ന് പറയുന്നത് ആർക്കും ചൊല്ലാം. ഇനിഷ്യേഷനോട് കൂടിയും ചൊല്ലാം, ഇനിഷ്യേഷൻ ഇല്ലാതെയും ചൊല്ലാം. അതാണ് ഗ്രീൻ. പക്ഷെ ചില താര മന്ത്രങ്ങള് ദീക്ഷ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പോലും അങ്ങനെ എല്ലാ താരകളെ കുറിച്ചും സംസാരിച്ചത്. ഇപ്പൊ ഗ്രീൻ താരയെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചാൻറ്റ് ചെയ്യാവുന്നത് ഗ്രീൻ താര. ഞാനൊരു ഒരിടത്ത് കണ്ടു, അതായത് ഈ ഈവിൾ എനർജീസ് ഉണ്ടല്ലോ, അതായത് ഈ കൂടോത്രം പോലെയൊക്കെ ഉള്ളത്, അതിൽ നിന്നൊക്കെ അതിന്റെയൊക്കെ ബ്ലോക്കേജസ് മാറ്റാനായിട്ട് ബ്ലാക്ക് താര മന്ത്രം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടു. അതെ, ബ്ലാക്ക് താരയുണ്ട്, റെഡ് താരയുണ്ട്, അതിനൊക്കെ മണിയുടെ യെല്ലോ താര. അതെ, അതിന് ഇനിഷ്യേഷൻ ആവശ്യമുള്ളതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവായിട്ട് ഒരു ഗുരുവിന്റെ ഒരു ബുദ്ധിസത്തിൽ അതിന് എംപവർമെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എംപവർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ചാൻറ്റ് ചെയ്യാം. അല്ലാതെ എല്ലാവർക്കും അത് എല്ലാ താരയുടെ മന്ത്രവും ചാൻറ്റ് ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ ഇനിഷ്യേഷൻ എടുത്തിട്ട് ചാൻറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. ഗ്രീൻ താര തന്നെ ചൊല്ലിയാൽ മതി, എല്ലാ എഫക്റ്റും ഉണ്ടാവും. ഈ പറയുന്ന ഈവിൾ ഐ ആണെങ്കിലും ബ്ലാക്ക് മാജിക് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും സാധന പോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. എന്തും സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇതുപോലെ ഒരു ഇതില്ലാതെ, അതായത് ഒരു ഇനിഷ്യേഷൻ ഇല്ലാതെ നമ്മൾ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമോ? ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ ഇനിഷ്യേഷൻ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു മന്ത്രസിദ്ധി ഉള്ള ഒരാൾ ഇനിഷ്യേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിനെ താങ്ങാനുള്ള ഒരു പവർ വരും എന്നാണ് പറയുന്നത്. പല ട്രഡീഷനിലും ഇതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സ്കൂളിലുള്ള ഒരു ആൾ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചില മന്ത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് തലവേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ആ ഒരു അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ടും പേടിപ്പിക്കാൻ വേണ്ടി ചെല്ലാതിരിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഏറ്റവും പരമമായിട്ടുള്ള ഭക്തിയുള്ള ഒരാൾക്ക് ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയുള്ള ഭക്തി ആർക്കാണുള്ളത്? സമയമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദീക്ഷ എടുത്തിട്ടാണ് എസ്പെഷ്യലി ബീജമന്ത്രങ്ങൾ ചൊല്ലേണ്ടത്. ബീജമന്ത്രങ്ങൾ വരുന്ന ഇതെല്ലാം നമ്മൾ ദീക്ഷ എടുത്തിട്ടാണ് ചൊല്ലുന്നത് നല്ലത്. അപ്പൊ ഗ്രീൻ താര മന്ത്രം ചൊല്ലാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ദീക്ഷയുടെ ആവശ്യമില്ലെന്നാണ്? ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. ആർക്ക് വേണമെങ്കിലും ഗ്രീൻ താരയുടെ ചിത്രം വീട്ടിൽ വെക്കാം. ആൾക്ക് വേണമെങ്കിൽ ഗ്രീൻ താരയുടെ വിഗ്രഹവും വീട്ടിൽ വെക്കാം. അതായത് ഓം താരേ തുത്താരേ തുരേ സോഹ, തുരേ സ്വാഹ എന്നും പറയാം, സോഹ എന്നും പറയാം. ആ മന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഉറപ്പായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.